ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ക്രിസ്തുവിൽ സ്വാഗതം ചെയ്യുകയാണ്. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിങ്ങൾ സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഇന്നും ശബ്ദമേറിയ ഒരു പ്രവചന ശബ്ദം ദൈവം നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതിന് വേണ്ടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൈവ ശബ്ദത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ നോർമലി ചെയ്യാറുള്ളത് പോലെ തന്നെ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥന വേണ്ടവരെല്ലാം ഒരു നിമിഷം കണ്ണുകളെ അടച്ചാണ്. ഒരുപക്ഷെ ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിൽ നിങ്ങൾ പങ്കുചേരുന്നത് തകർക്കപ്പെട്ട അനുഭവത്തിലായിരിക്കാം. ആമേൻ. ജീവിതത്തിൽ ഉയർച്ചകൾ കാണാതെ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന്റെ നടുവിലായിരിക്കാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ബ്രേക്ക് ത്രൂവിന് വേണ്ടി വർഷങ്ങളായി നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം. ആമേൻ. നീണ്ട വർഷങ്ങളുടെ പാരമ്പര്യമുണ്ടായിരിക്കാം നിങ്ങളുടെ രോഗത്തിന്. പ്രാർത്ഥനകൾക്ക് ഇനി മറുപടി ഉണ്ടോ എന്നുള്ള അവിശ്വാസത്തിന്റെ ശബ്ദങ്ങൾ നിന്റെ ചെവിയിൽ നീ മുഴങ്ങി കേൾക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇന്നത്തെ പ്രാർത്ഥനയെങ്കിൽ, ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷയിൽ ദൈവം നിങ്ങളെ വിടുവിക്കുമെന്ന് പറഞ്ഞാൽ അതിനാമേൻ പറയുന്ന എത്ര പേരുണ്ട്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് നിങ്ങളുമായിട്ട് ഒരുമിച്ച് വചനത്തിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ എന്നെ ഏൽപ്പിച്ച ദൈവശബ്ദം, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. ആമേൻ. നന്മയുടെ പുറകെ നീ പോകയല്ല. ആമേൻ. സമ്പത്തിനു വേണ്ടി നീ ഓടി നടക്കുകയല്ല. അത് നിന്റെ പുറകെ വരുന്നൊരു സീസണിലേക്ക്, അത്ഭുതം നിന്റെ പുറകെ വരുന്നൊരു സീസണിലേക്ക് ദൈവാത്മാവ് ഇന്ന് കാര്യങ്ങൾ മാറ്റുവാൻ വേണ്ടി പോകുകയാണ്. കർത്താവേ, നിരാശയോടും വേദനയോടും അല്ല, വലിയ പ്രതീക്ഷകളോടുകൂടെ ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് കടന്നു വന്ന ഈ ജനത്തെ ദൈവം സൗഖ്യമാക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവം വിടുവിക്കേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അസാധ്യത്തിന്റെ നടുവിൽ ഇരിക്കുന്ന ജനത്തിന്റെ മേൽ വലിയ വിടുതലുകൾ ദൈവം ചെയ്യേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, ആ ലാൻഡുമായി ബന്ധപ്പെട്ട് ഒരത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ മേൽ, ആ സ്ഥലത്തിന്റെ മേൽ, ആ ലാൻഡിന്റെ മേൽ അത്ഭുതം സംഭവിക്കേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും എന്നുള്ളതാണ് വചനം. അങ്ങനെയെങ്കിൽ ഇന്ന് തൊട്ട് ഈ ജനത്തിനു വേണ്ടി സൂപ്പർ നാച്ചുറലായ ബ്ലെസ്സിങ്ങുകൾ, സൂപ്പർ നാച്ചുറലായ ഹീലിംഗുകൾ, സൂപ്പർ നാച്ചുറലായ ബ്രേക്ക് ത്രൂകൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുകയാണ്. അത് സംഭവിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. നിങ്ങൾ കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും, എല്ലാ പ്രാർത്ഥനകൾക്കും, എല്ലാ സപ്പോർട്ടുകൾക്കും ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. നമ്മളുടെ വിടുതലിൻ ശുശ്രൂഷകൾ എല്ലാ ദിവസവും തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ ഈ ചാനലിലൂടെ രാത്രി 7 മണിക്ക് നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. അനേകരുടെ ജീവിതത്തിൽ ഈ ശുശ്രൂഷകൾ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ ഫോളോ ചെയ്തോ,
സബ്സ്ക്രൈബ് ചെയ്തോ. എല്ലാ ദിവസവും രാത്രി നടക്കുന്ന 7 മണിക്ക് നടക്കുന്ന ഈ വിടുതലിൻ ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ഒരുപക്ഷെ ഇന്നും നാളെയും അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ടായിരിക്കാം ഈ മെസ്സേജുകൾ, ഈ വിടുതലിൻ ശുശ്രൂഷകളെ നിങ്ങൾ പങ്കുചേരുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ആമേൻ. ഇന്ന് ദൈവം എന്നെ ഏൽപ്പിച്ച ആ പ്രവചന ശബ്ദത്തിലേക്ക് പോകുവാൻ, അത് കേൾക്കുവാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ യെശയ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം. ഈ വിടുതലിൻ ശുശ്രൂഷകളുടെ ഈ മെസ്സേജിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾ കാണണം. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ശുശ്രൂഷകൾ ഒരു വലിയ വിടുതലിന് കാരണമായി തീരുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇവിടെ വായിക്കുന്ന ഇപ്രകാരമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി യെശയ്യാ പ്രവാചകൻ 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിക്കുന്ന ഒരു ദൈവശബ്ദമാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നതാണ്. നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആമേൻ. അടുത്ത 3-4 പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആധിപത്യം അവന്റെ തോളിന്മേൽ ഇരിക്കും. ആമേൻ. അവന് അത്ഭുത മന്ത്രി. ഈ വേർഡിൽ നിന്നാണ് നമ്മൾ ഒരുമിച്ച് ശുശ്രൂഷിക്കാൻ വേണ്ടി പോകുന്നത്. വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കും. ആമേൻ. ഈ വചനത്തിൽ അധികമായി നിങ്ങൾക്ക് എന്തു വേണം? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നത് ആധിപത്യം, അർത്ഥാൽ അവൻ കാര്യങ്ങളെ ഭരിക്കുവാനിടയായിത്തീരും. യേശുവിന്റെ നാമത്തിൽ നിന്റെ ലൈഫിനെ നിനക്ക് ദൈവസന്നിധിയിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ പറ്റിയാൽ നിന്നെ ഭരിക്കുന്നത് അവനായിരിക്കും. ആമേൻ. അവൻ അത്ഭുത മന്ത്രി. ആ വേർഡ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പേരാണ് അവൻ അത്ഭുത മന്ത്രി. നമുക്കറിയാം, ലോകത്തിൽ എന്തിനു പറയുന്നു, നമ്മുടെ കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മിനിസ്റ്റേഴ്സിനെ നമ്മൾക്ക് കാണാം, ഒരുപാട് മന്ത്രിമാരെ നമ്മൾക്ക് കാണാം. വിദ്യാഭ്യാസ മന്ത്രി, പ്രൈസ് ദി ലോർഡ്, അതുപോലെ തന്നെ മുഖ്യമന്ത്രി, പ്രൈസ് ദി ലോർഡ്, ആഭ്യന്തരമന്ത്രി, പ്രധാനമന്ത്രി എന്നിങ്ങനെ ഒരുപാട് മന്ത്രിമാരുടെ ഒരു ലിസ്റ്റ് നമ്മൾക്ക് കാണാം. അവരുമായിട്ടുള്ള ബന്ധത്തിൽ അവർ ആ കാര്യങ്ങളെ റൂള് ചെയ്യുവാനിടയായിത്തീരും. ആ കാര്യങ്ങളെ മേൽനോട്ടം വഹിക്കുവാനിടയായിത്തീരും. അതെ, ഇതാണ് ഒരു മന്ത്രിയുടെ ദൗത്യം എന്ന് പറയുന്നത്. എന്നാൽ ഇതുവരെ നിങ്ങൾ അത്ഭുത മന്ത്രി എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാരണം മനുഷ്യരെല്ലാം അവർ ലിമിറ്റഡ് ആണ്. അവർക്ക് അവരുടേതായ ബൗണ്ടറികളുണ്ട്. ആ ബൗണ്ടറികൾക്കപ്പുറം നിന്നുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നത് അവൻ അത്ഭുത മന്ത്രി എന്നാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഒരത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, എനിക്കറിയാം ഇന്ന് ഈ ദൈവശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ ചെന്ന് നേർച്ച കാഴ്ചകൾ നടത്തി, സമാധാനത്തിനു വേണ്ടി, ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി, ഒരത്ഭുതം കാണുവാൻ വേണ്ടി മനസ്സ് മൊത്തം നിരാശയിൽ കടക്കുകയാണ്. ഒരു സമാധാനവും അനുഭവിക്കാൻ പറ്റുന്നില്ല. ഏതൊക്കെയോ മേഖലകളിൽ വീഴ്ചകൾ സംഭവിച്ചു പോയി.
അതിൽ നിന്ന് എനിക്കൊന്ന് ഉയർത്തെഴുന്നേൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ ലൈഫ് ഒന്ന് സക്സസിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ കെട്ടപ്പെട്ടവളായി ആയിരിക്കുകയാണെന്ന് പറയുന്ന നിന്നോട് ഇന്നത്തെ പ്രവചന ശബ്ദത്തിലൂടെ ദൈവാത്മാവ് സംസാരിക്കുന്നു. എന്റെ ദൈവം അത്ഭുത മന്ത്രിയാണ്. ഇത് പറയുമ്പോൾ എല്ലാ തിങ്കളാഴ്ചകളിലും എല്ലാ ബുധനാഴ്ച ദിവസങ്ങളിലും ഞാൻ സൂം മീറ്റിംഗിൽ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട്. ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രൊഫറ്റിക്കൽ പ്രയർ ആണ് അവിടെ നടക്കുന്നത്. ആ മീറ്റിങ്ങുകളിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആ മീറ്റിംഗിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നു പോയി കഴിഞ്ഞാൽ അവിടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ദൈവം അനുവദിക്കുന്ന ദിവസങ്ങളിൽ എല്ലാ ദിവസവും 2 മിനിറ്റിൽ താഴെയുള്ള ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൂം മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ അവിടെ അയച്ചു തരുന്നതായിരിക്കും. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് അവൻ അത്ഭുത മന്ത്രി എന്നാണ്. ഞാൻ ഇന്ന് ഈ വിഷയമായി ഈ ദൈവവചനമായി കുറച്ചു നേരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നോട് ഇടപെട്ട ഒരു ദൈവിക ദൂതുണ്ട്. അവൻ ദൈവം ആദാമിനെയും ഹവ്വയെയും ഏദൻ തോട്ടത്തിലാക്കി അവർക്ക് വേണ്ടുന്ന സകലതും ദൈവം നൽകി കൊടുത്തു. നമ്മൾ ഇന്ന് തുടക്കത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ പറവാനിടയായി തീർന്നല്ലോ, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. ആദാമിനെയും ഹവ്വയെയും ദൈവം ഏദൻ തോട്ടത്തിലാക്കിയപ്പോൾ അവർക്ക് വേണ്ടുന്നത് സകലതും ദൈവം സൃഷ്ടിച്ചിട്ടാണ് ആ തോട്ടത്തിലാക്കിയത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഏതെങ്കിലും മേഖലകളിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ലാക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുക, ദൈവത്തിൽ മാത്രം നിങ്ങൾ ആശ്രയിക്കുക. നിനക്ക് വേണ്ടുന്നത് മൊത്തം നിന്റെ പുറകിൽ ഈ സീസണിൽ ദൈവം വരുത്തുവാനിടയായിത്തീരും. ഇത് ചിലരോടുള്ള പ്രവചന ശബ്ദമാണ്. എന്നാൽ പിശാച് ആ തോട്ടത്തിൽ കയറിക്കൂടി ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുവാനിടയായി തീർന്നു. ഇന്നും പിശാച് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് സഹോദര സഹോദരി, നിങ്ങളെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റിക്കളക എന്നുള്ളതാണ്. പ്രാർത്ഥനയിൽ നിന്ന് അകറ്റിക്കളക എന്നുള്ളതാണ്. കൂട്ടായ്മയിൽ നിന്ന് അകറ്റിക്കളക എന്നുള്ളതാണ്. ഏതെങ്കിലും മേഖലകളിൽ അങ്ങനെ പ്രാർത്ഥനയിൽ നിന്ന് പിന്മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വിടുതലിൻ ശുശ്രൂഷകളിൽ നിന്ന് പിന്മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ദൈവസഭകളിൽ നിന്ന് പിന്മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, മാനസാന്തരപ്പെടുക, ദൈവമായിട്ടുള്ള കണക്ഷനിൽ നിങ്ങൾ ചലിക്കുക. അപ്പോൾ പിശാച് ആദ്യം ചെയ്തത് മനുഷ്യനെ ദൈവമായുള്ള ബന്ധത്തിൽ നിന്ന് ഒരു കുടുംബത്തെ കട്ട് ചെയ്ത് കളവാനിടയായി തീർന്നു. ഇന്നേ കാലഘട്ടത്തിലും പിശാച് എപ്പോഴും ആഗ്രഹിക്കുന്നത് നിന്നെ ദൈവിക അനുഗ്രഹത്തിൽ നിന്നുകൊണ്ട്, ദൈവിക ബന്ധത്തിൽ നിന്നുകൊണ്ട് വിച്ഛേദിച്ചു കളക എന്നുള്ളതാണ്. ആ പദ്ധതികൾ യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷകൾ തകർന്നു മാറുകയാണ്. ദൈവ പ്രവൃത്തികൾ പല കുടുംബത്തിൽ സംഭവിക്കുന്നത് ആത്മകണ്ണുകൾ കൊണ്ട് ഞാൻ കാണുകയാണ്. ഐക്യത നഷ്ടപ്പെട്ട്, സമാധാനം നഷ്ടപ്പെട്ട്, ഭവനത്തിൽ ഒരു സ്വസ്ഥത ഇല്ല എന്ന് പറയുന്ന കുടുംബ ജീവിതങ്ങളെ ദൈവാത്മാവെന്ന് റിസ്റ്റോർ ചെയ്യുകയാണ്. എന്നാൽ ഒരു കുടുംബത്തെ പിശാച് ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞപ്പോൾ എന്റെ യേശു ചെയ്തത് എന്താണെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 2-3 അധ്യായങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം ചെയ്തത് ആദ്യമായി ഒരു കുടുംബത്തിലേക്ക് കയറിപ്പോയി. ആ കുടുംബത്തിന് ഒരു കുറവുണ്ടായിരുന്നു. ആ കുടുംബത്തിന്റെ കുറവെന്ന് പറയുന്നത് ഒരു വിവാഹവേദിയിൽ വീഞ്ഞ് തീർന്നുപോയി. വീഞ്ഞ് സന്തോഷത്തെ കാണിക്കുന്നതാണ്, വീഞ്ഞ് സമാധാനത്തെ കാണിക്കുന്നതാണ്.
അത് തീർന്നുപോയി. ഒരു മനുഷ്യനും പരിഹരിക്കപ്പെടാൻ പറ്റാത്ത മേഖലയിൽ എൻ്റെ യേശു അത്ഭുത മന്ത്രിയായി വെളിപ്പെട്ടു. ഇന്ന് ചിലരെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ്, അവൻ നിന്റെ ജീവിതത്തിന്മേൽ ഒരു അത്ഭുത മന്ത്രിയായി സീസന്റെ മേൽ വെളിപ്പെടുകയാണ്. നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ: എൻ്റെ ജീവിതത്തിൽ എൻ്റെ യേശു അത്ഭുത മന്ത്രിയായി സീസന്റെ മേൽ വെളിപ്പെട്ടു വരും. ആമേൻ. വീഞ്ഞ് തീർന്നു കഴിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ്, അവിടെ ഇരിക്കുന്ന ജാറുകളിൽ വെള്ളം നിറയ്ക്കാൻ യേശു പറഞ്ഞു. ആമേൻ. ഞാൻ പലപ്പോഴും എൻ്റെ ശുശ്രൂഷകളിൽ പറഞ്ഞിട്ടുണ്ട്, വീഞ്ഞുണ്ടാക്കുക എന്ന് പറയുന്നത് ലോങ് പ്രോസസ്സാണ്, ഒറ്റയടിക്ക് നടക്കുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ യേശു പറഞ്ഞതുപോലെ ശിഷ്യന്മാർ കേട്ട് കഴിഞ്ഞപ്പോൾ 6 മാസം തൊട്ട് 2.5 വർഷം വരെ എടുത്ത് ഉണ്ടാക്കേണ്ട വീഞ്ഞ് ഒറ്റ നിമിഷം കൊണ്ട് വീഞ്ഞായി മാറുവാനിടയായി തീർന്നു. വെള്ളം വീഞ്ഞായി മാറി. പ്രൈസ് ദി ലോർഡ്. നിറമില്ലാത്ത, ഗുണമില്ലാത്ത പച്ചവെള്ളത്തെ ആമേൻ വീഞ്ഞാക്കി മാറ്റി അവൻ അത്ഭുത മന്ത്രിയായി വെളിപ്പെട്ടു. ചിലരുടെ ജീവിതത്തിന്റെ മേൽ ഇന്നത്തെ ശുശ്രൂഷയെങ്കിൽ അത്ഭുത മന്ത്രിയായി യേശു വെളിപ്പെടുകയാണ്. ആ രോഗത്തിന്റെ മേൽ അവൻ അത്ഭുത മന്ത്രിയാണ്. ആ സാമ്പത്തിക കുരുക്കുകളുടെ മേൽ അവൻ അത്ഭുത മന്ത്രിയാണ്. ആ പട്ടിണിയുടെ മേൽ എൻ്റെ യേശു അത്ഭുത മന്ത്രിയാണ്. ആ ഒറ്റപ്പെട്ട അനുഭവത്തിന്റെ മേൽ എൻ്റെ യേശു അത്ഭുത മന്ത്രിയാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ എൻ്റെ യേശു അത്ഭുത മന്ത്രിയായി വെളിപ്പെടുകയാണ്. ആമേൻ. ഈ ശുശ്രൂഷകൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ശുശ്രൂഷയുടെ വലിയൊരു ഭാഗമായി നിങ്ങൾ മാറുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, എൻ്റെ യേശു അത്ഭുത മന്ത്രിയാണ്. 18 വർഷം കൂനിയായ സ്ത്രീ, 12 സംവത്സരം രക്തസ്രാവ രോഗത്താൽ ഭാരപ്പെട്ട സഹോദരി, 38 വർഷം കുളക്കരയിൽ കിടക്കുന്ന വ്യക്തി. ഏത് വ്യക്തിക്കാണ് അത്ഭുതം ചെയ്യാൻ പറ്റുക? എൻ്റെ യേശു അവിടെ ഇറങ്ങി വന്ന് അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്തതുപോലെ ഈ സീസണിൽ നിനക്ക് വേണ്ടിയും നിന്റെ കുടുംബത്തിന് വേണ്ടിയും നിന്റെ ബിസിനസ്സിന് വേണ്ടിയും നിന്റെ ആരോഗ്യത്തിന് വേണ്ടിയും എൻ്റെ ദൈവം അത്ഭുതം ചെയ്യും. നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ പാലക്കാട് നിങ്ങൾ ശുശ്രൂഷിക്കുന്നുണ്ട്. പാലക്കാട് സുൽത്താൻ പോയിട്ടുള്ള ജോബീസ് മോൾ എന്നറിയപ്പെടുന്ന ആളുടെ 4ാം നിലയിലുള്ള സിൽവർ ഹോളിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ ആരാധനകളും വിടുതലും ശുശ്രൂഷകളും നടക്കുന്നത്. പ്രീസ് ദി ലോർഡ്. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10:30 തൊട്ട് 1:30 വരെയുള്ള സമയമാണ്. ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ പ്രീസ് ദി ലോർഡ്, നാളത്തെ കഴിഞ്ഞ് സെക്കൻഡ് സാറ്റർഡേ ഒരു ഡെലിവറൻസ് മീറ്റിംഗ് പാലക്കാട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. രാവിലെ 10:30 തൊട്ട് 1:30 വരെയുള്ള സമയമാണ്. പ്രീസ് ദി ലോർഡ്, ആ ഡെലിവറൻസ് മീറ്റിംഗിലേക്കും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കർത്താവേ, അങ്ങ് അത്ഭുത മന്ത്രിയാണെന്ന് കേട്ടു. ഈ ജനത്തിന്റെ മേൽ അത്ഭുതങ്ങൾ ദൈവം ചെയ്യണമേ. അത്ഭുത മന്ത്രിയായി കർത്താവരുടെ കുടുംബത്തിന്റെ അസ്വസ്ഥതയെ ദൈവം തുടച്ചു മാറ്റണമേ. സമാധാനം കൊണ്ട് ദൈവം റിലീസ് ചെയ്യും. ദൈവം അത് ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പ്രീസ് ദി ലോർഡ്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. നാളെ വേറൊരു മെസ്സേജുമായി കാണാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടി ഇരിക്കുമാറാകട്ടെ.